Hi, good morning all. Today we are going to discuss what is regarding functions. Functions എന്താണെന്നും പൈത്തണിലെ ഫങ്ഷൻസിൻ്റെ എസെൻഷ്യൽ പ്രോപ്പർട്ടീസ് എന്താണെന്നും ഈ കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ആദ്യമേ ഫങ്ഷൻസ് എന്താണെന്ന് പറയാം. ഫങ്ഷൻസ് എന്ന് ബേസിക്കലി ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സെൽഫ് കണ്ടെയ്ൻഡ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. സെൽഫ് കണ്ടെയ്ൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെൽഫ് കണ്ടെയ്ൻഡ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. സെൽഫ് കണ്ടെയ്ൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ കൊടുക്കും, അതിനൊരു പേര് കൊടുക്കും. ബ്ലോക്ക് ഓഫ്, ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു പെർട്ടിക്കുലർ പർപ്പസ് ചെയ്യാനായിട്ട് ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് വേണമെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ലെറ്റ് us കൺസിഡർ ദ കേസ് ഓഫ് നമുക്കൊരു പെർട്ടിക്കുലർ ഒരു മെട്രിക്സ് പ്രിൻ്റ് ചെയ്യണം. ദാറ്റ് ഈസ് എ ടാസ്ക്. അപ്പോൾ ഒരു പ്രിൻ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മെട്രിക്സിലെ എലിമെൻറ്റ്സ് പ്രിൻ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഞാൻ എഴുതുന്നു. സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ പ്രിൻറ്റിംഗ് മെട്രിക്സസ്. എഴുതുന്നു. ആ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ ഞാനൊരു ബ്ലോക്കായിട്ട് എഴുതുന്നു. ആ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിന് ഞാനൊരു പേര് കൊടുക്കുന്നു. ലെറ്റ് us assume that പേര് കൊടുക്കുന്നത് പ്രിൻറ്റ് മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക. സോ വി ആർ ഡിഫൈനിങ് എ ഫംഗ്ഷൻ കോൾഡ് ആസ് പ്രിൻറ്റ് മെട്രിക്സ്. അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബേസിക്കലി എ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. പൈത്തണിലാണെങ്കിൽ ദർ വിൽ ബി എ ബ്ലോക്ക് ഓഫ് പൈത്തൺ കോഡ്സ്. നമുക്കതിനെ എങ്ങനെ പറയാം? ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ എ ബ്ലോക്ക് ഓഫ് പൈത്തൺ കോഡ്സ്. ഈ ബ്ലോക്ക് ഓഫ് പൈത്തൺ കോഡ്സിനെ നമുക്കൊരു പേര് കൊടുക്കുന്നു. ഈ പെർട്ടിക്കുലർ എക്സാമ്പിളിൽ നമ്മൾ കൊടുക്കുന്ന പേരാണ് വി കോൾ ഇറ്റ് ആസ് ലെറ്റ് us assume that പ്രിന്റ് മെട്രിക്സ് എന്ന് പറഞ്ഞൊരു പേര് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? പ്രിന്റ് മെട്രിക്സ് ഈസ് ദ നെയിം ഗിവൺ ടു എ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. എ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിന് നമ്മൾ ഒരു പേര് കൊടുക്കുന്നു, അതിന് പ്രിന്റ് മെട്രിക്സ് എന്ന് കൊടുക്കുന്നു. അതിന് നമ്മൾ ഫംഗ്ഷനായിട്ട് കൊടുക്കും. ഇനി ഫംഗ്ഷൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഞാനിനി പറയുന്നത്. ആ ഫംഗ്ഷന് രണ്ട് പാർട്ടുണ്ട്. വൺ ഈസ് കോൾഡ് ആസ് ഡെഫിനിഷൻ ഓഫ് എ ഫംഗ്ഷൻ. വി കോൾ ഇറ്റ് ആസ് ഡെഫിനിഷൻ ഓഫ് ഫംഗ്ഷൻ. അതുകൂടാതെ രണ്ടാമത്തെ പാർട്ടാണ് വി കോൾ ഇറ്റ് ആസ് ഫംഗ്ഷൻ കോൾ. ഫംഗ്ഷൻ കോൾ ആൻഡ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഇനി ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് എഴുതുന്നു. ആ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നു. ഇനി ഈ ഫംഗ്ഷൻ ഡെഫിനിഷൻ നമുക്ക് പൈത്തണിൽ എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ എങ്ങനെ ചെയ്യും? വി യൂസ് എ കീവേഡ് കോൾഡ് ആസ് ഡെഫ് ഫോർ ഡിഫൈനിങ് എ ഫംഗ്ഷൻ. ഉദാഹരണത്തിന് ഞാനൊരു മെട്രിക്സ് പ്രിൻ്റ് ചെയ്യാനായിട്ടൊരു ഫംഗ്ഷൻ എഴുതുവാണെങ്കിൽ വി വിൽ ഡിഫൈൻ ഇറ്റ് ആസ് ഡിഫ്. ഫംഗ്ഷന് പേര് കൊടുക്കുന്നു പ്രിൻ്റ് മെട്രിക്സ്. ഞാൻ ആ ഫംഗ്ഷന് ഒരു പേര് കൊടുക്കുന്നു പ്രിൻ്റ് മെട്രിക്സ്. അതിന് ശേഷം ഞാനൊരു കോളൻ ഇടുന്നു. യു വിൽ ഗിവ്, അതിന് താഴെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറഞ്ഞാൽ പ്രിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെട്രിക്സ് പ്രിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നു. ഇത് കൂടാതെ തന്നെ ഫംഗ്ഷൻ്റെ അതിനകത്ത് നമുക്ക് ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യാം. യു ക്യാൻ പാസ് ആർഗ്യുമെൻറ്റ്സ് ടു ദ ഫംഗ്ഷൻ. ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട്, ഒരു ഫംഗ്ഷന് വേണ്ട ഇൻപുട്ട്. ഫോർ എക്സാമ്പിൾ എ എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് ആണ് റീഡ് ചെയ്യുന്നതെങ്കിൽ ഇൻപുട്ട് എ എന്ന് കൊടുക്കുന്നു. സ്റ്റേറ്റ്മെൻറ്റ് 1, സ്റ്റേറ്റ്മെൻറ്റ് 2 എക്സെട്രാ അപ് ടു സ്റ്റേറ്റ്മെൻറ്റ് n. ഇതാണ് ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? വി കോൾ ഇറ്റ് ആസ് ഡെഫിനിഷൻ ഓഫ് എ ഫംഗ്ഷൻ. ഇനി ഈ ഫംഗ്ഷൻ കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ പാർട്ടാണ് ഫംഗ്ഷൻ കോൾ. സാധാരണഗതിയിൽ ഒരു ഫംഗ്ഷനെ സംബന്ധിച്ച് ഫംഗ്ഷൻ ഡിഫൈൻസ് ഒറ്റ തവണ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു.
കോൾ എനി നമ്പർ ഓഫ് ടൈംസ്. അതാണ് ഫംഗ്ഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സോ യൂഷ്വലി ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് വൺസ് and the function is called any number of times. Okay, a function is called any number of times or defined once. ഒരു തവണ ഡിഫൈൻ ചെയ്യുന്നു, അതിനെ കോൾ ചെയ്യുന്നത് എത്ര തവണ വേണമെങ്കിലും കോൾ ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ലെറ്റ് us write a simple example of how to call that particular function. ഈ കേസിൽ നമ്മൾ പറയുന്നത് വി ആർ റൈറ്റിംഗ് എ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് ജസ്റ്റ് യൂസിങ് പ്രിൻറ്റ് മാട്രിക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. അതിനകത്ത് വേണ്ട ആർഗ്യുമെൻ്റ് എന്താണെന്ന് വെച്ചാൽ അത് സപ്ലൈ ചെയ്യുന്നു. സോ ദിസ് ഈസ് കോൾഡ് ആസ് ഫംഗ്ഷൻ കോൾ. ഇതിനെയാണ് നമ്മൾ ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത്. ഇനി ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ, ഇച്ചിരി കൂടെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ എടുത്തിട്ട് നമ്മൾ ഇച്ചിരി കൂടെ ഇച്ചിരി കൂടെ വ്യക്തമായിട്ട് ഈ കോൺസെപ്റ്റ് പറയാം. ഉദാഹരണത്തിന് നമുക്ക് രണ്ട് നമ്പേഴ്സിൽ ബിഗ്ഗസ്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമ്മളൊരു വി ആർ ഗോയിങ് ടു ഡിഫൈൻ എ ഫംഗ്ഷൻ. നമുക്ക് ആ ഫംഗ്ഷന് നമ്മൾ രണ്ട് ഇൻപുട്ട് ആർഗ്യുമെൻ്റ് കൊടുക്കുന്നു. വൺ ഈസ് കോൾഡ് ആസ് ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ. ഈ രണ്ട് നമ്പറെ ഫംഗ്ഷൻ ഇൻപുട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു? ഇറ്റ് വിൽ റിട്ടേൺ ദി ബിഗ്ഗസ്റ്റ് ഓഫ് ടു നമ്പേഴ്സ്. സോ ലെറ്റ് us റൈറ്റ് ഡൗൺ ദ ഫംഗ്ഷൻ ഫസ്റ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അതിനെ ഡിഫൈൻ ചെയ്യുവാണ്. ഡിഫൈൻ, ലെറ്റ് us ആ ഫംഗ്ഷൻ ഒരു പേര് കൊടുക്കുന്നു, ബിഗ് 2 എന്ന് പറഞ്ഞൊരു പേര് കൊടുക്കുന്നു. ഞാൻ അതിനകത്ത് രണ്ട് വേരിയബിൾ എയും ബിയും അതിനകത്ത് പാസ് ചെയ്യുന്നു. ദീസ് ടു ആർ ദി ആർഗ്യുമെൻറ്റ്സ് ടു ദ ഫംഗ്ഷൻ. ഇതിന് ശേഷം ഞാനൊരു കോളൻ കൊടുക്കും. ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് എ ബിഗ് 2. ഞാൻ ഇതിനകത്ത് പൈത്തൺ കോഡ് എഴുതുവാണ്. ഇഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ ബി, ഞാൻ കോളൻ കൊടുത്തു. ബിഗ് ഈസ് ഈക്വൽ ടു, let us put it as big is equal to a, else ഞാൻ കോളൻ കൊടുത്തു, ബിഗ് ഈസ് ഈക്വൽ ടു ബി. ഞാൻ അവസാനം ഇത് കൊടുക്കുന്നു, റിട്ടേൺ ബിഗ്. ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ദ ഫംഗ്ഷൻ. ഞാനിത് ഡിഫൈൻ ചെയ്യുന്ന എത്ര തവണയാണ്? ഒറ്റ തവണ ഡിഫൈൻ ഓൺലി വൺസ്. ഡിഫൈൻഡ് ഓൺലി വൺസ്. ഇനി ഞാൻ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുവാണ്. കോൾ ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ലെറ്റ് us put it as big of say 10,20. ഇത് കോൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കൺട്രോൾ, ഇപ്പോൾ ഇതിനകത്ത് കോൾ ദിസ് ഈസ് ഈ ബിഗ് ഓഫ് 1020 എന്ന് ഞാൻ ഈ പൈത്തൻ്റെ ഷെല്ലിൽ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? കൺട്രോൾ ആദ്യമേ ഈ ഫംഗ്ഷൻ ഡെഫിനിഷനിലോട്ട് പോകുന്നു. ഇതിനകത്ത് ഈ 10 ഏതിലോട്ട് കോപ്പി ചെയ്യുന്നു? 10 എയിലോട്ട് കോപ്പി ചെയ്യുന്നു. 20 ഏതിലോട്ട് കോപ്പി ചെയ്യുന്നു? ബി എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് കോപ്പി ചെയ്യുന്നു. ഇപ്പോൾ കൺട്രോൾ ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ട്രാൻസ്ഫർ ചെയ്തിട്ട് എവിടെ വരുന്നു? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നു. എ എന്ന് പറഞ്ഞ വേരിയബിളിൽ എന്ത് കണ്ടു? 10 കണ്ടു. ബി എന്ന് പറഞ്ഞ വേരിയബിളിൽ 20 വരുന്നു. ഇഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ ബി, ഈ 10 ഈസ് ഗ്രേറ്റർ ദാൻ 20 എന്ന് പറഞ്ഞത് ഫാൾസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ബിഗ് ഈസ് ഈക്വൽ ടു ബി. റിട്ടേൺ എന്ത് ചെയ്യുന്നു? ഈ ഫംഗ്ഷൻ എന്ത് റിട്ടേൺ ചെയ്യുന്നു? ബിഗ്ഗസ്റ്റ് ഓഫ് ദ നമ്പർ 20 റിട്ടേൺ ചെയ്യുന്നു. സോ ദ വാല്യൂ റിട്ടേൺ ബൈ ദ ഫംഗ്ഷൻ ഈസ് 20. സിമിലർലി യു ക്യാൻ റൈറ്റ് ദ ഫംഗ്ഷൻ. അപ്പോൾ ഇതൊരു സിംഗിൾ ഡെഫിനേഷനും ഇതുമാണ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? അടുത്ത എക്സാമ്പിളിൽ നമ്മളിത് ഒരു ഐഡിയൽ എൻവയറമെൻറ്റ് അല്ലെങ്കിൽ പൈത്തൺ എൻവയറമെൻറ്റിൽ നമ്മളിത് എങ്ങനെ റൺ ചെയ്യുന്നു എന്ന് നോക്കാം. സോ ലെറ്റ് us try this example how it is running in an ideal environment. ഞാൻ ഇത് ഈ സെയിം പ്രോഗ്രാം എങ്ങനെയാണ് പൈത്തണിൽ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഇതൊരു പൈത്തൻ്റെ ഐഡിയൽ എൻവയറമെൻ്റ് ആണ്. ഞാൻ ഇതിനകത്തൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു, def big 2. അതിനകത്ത് ഞാൻ രണ്ട് വേരിയബിൾ പാസ് ചെയ്യുന്നു. ഫസ്റ്റ് വേരിയബിൾ എ എന്നും സെക്കൻഡ് വേരിയബിൾ ബിയും. ഇതാണ് നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷനായിട്ട് പറയുന്നത്. സോറി, അതിനകത്ത് ഒരു കോളൻ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ്. ജസ്റ്റ് വൺസ് മോർ ഐ ആം ട്രൈയിങ് ദിസ്.
ഇത് കൊടുത്തു, കോളൻ കൊടുത്തു. സോ നൗ വി ആർ ഇൻ ദ ഡെഫിനിഷൻ ഓഫ് ദ ഫംഗ്ഷൻ. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ, if a greater than b ആണെങ്കിൽ big is equal to ഞാൻ a കൊടുക്കുന്നു, else ഞാൻ കൊടുക്കുന്നു big എന്ന് പറഞ്ഞ വേരിയബിൾ is assigned to b. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനകത്ത് റിട്ടേൺ ബിഗ് റിട്ടേൺ ചെയ്യുന്നു. ഇതോടെയാണ് നമ്മുടെ ഫംഗ്ഷൻ ഡെഫിനിഷൻ കഴിഞ്ഞു. ഇനി ഈ പാർട്ടാണ് നമ്മൾ എന്താ പറയുന്നത്, വി ആർ കോളിംഗ് ഇറ്റ് ആസ് ഡിഫൈനിങ് എ ഫംഗ്ഷൻ. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുകയാണ്. കോൾ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഐ എം ജസ്റ്റ് കോളിംഗ് big 2 of 10,20 എന്ത് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. സോ ലെറ്റ് us big 2 of 10,20 നമുക്ക് 20 കിട്ടി. ഇത് എത്ര തവണ വേണമെങ്കിലും, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന ഒരു തവണയാണ്, ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന എത്ര ടൈം. ഈ രണ്ടാമത് നമ്മൾ ചെയ്ത ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, വി കോൾ ഇറ്റ് ആസ് ഫംഗ്ഷൻ കോൾ. ആദ്യമേ ചെയ്ത ഈ ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സോ ഞാൻ ഒരു ഫംഗ്ഷൻ ഒറ്റ തവണയെ ഡിഫൈൻ ചെയ്യത്തുള്ളൂ. ഐ ക്യാൻ ബി കോൾഡ് എനി നമ്പർ ഓഫ് ടൈംസ്. ഓക്കെ, ഇനി ഞാൻ വേറൊരു ഫംഗ്ഷൻ എഴുതാൻ പോവുകയാണ്. ഐ എം ഗോയിങ് ടു ഡിഫൈൻ എ ഫംഗ്ഷൻ ടു ഫൈൻഡ് ദ സം ഓഫ് ടു നമ്പേഴ്സ്, സം ഓഫ് ദി നമ്പേഴ്സ് ബിറ്റ്വീൻ അപ്പർ ആൻഡ് ലോവർ കണ്ടുപിടിക്കുന്ന ഒരു ഫംഗ്ഷൻ എഴുതാൻ പോവുകയാണ്. ലെറ്റ് us assume that I am just writing the function define sum from some numbers എന്നുള്ള ഫംഗ്ഷൻ കൊടുക്കുന്നു. സം നമ്പേഴ്സ്, അതിനകത്ത് രണ്ട് പാരാമീറ്ററാണ്. ഇതിന് നമ്മൾ എയും ബിയും നമ്മൾ എന്തിനാ പറയുന്നത്, എന്താ പറയുന്നത്, പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നു. സം നമ്പേഴ്സിനകത്ത് ലോവർ ലിമിറ്റ്, ലോവർ കോമ, ഐ എം ജസ്റ്റ് യൂസിങ് ടു വേരിയബിൾസ്, ലോവർ കോമ അപ്പർ. ഇതിനകത്ത് ലോവർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഒരു ലോവർ ലിമിറ്റ്. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ സം നമ്പർ 10, 20 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 10 മുതൽ 20 വരെയുള്ള നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കും. സം നമ്പേഴ്സ് 1, 100 എന്ന് കൊടുക്കുകയാണെങ്കിൽ 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കും. അതാണ് വേണ്ടത്. സോ ദിസ് ഈസ് ദ ഫംഗ്ഷൻ കോഡ്. ഞാൻ അതിൻ്റെ ഇത് എഴുതുവാണ്. ദിസ് സം എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ഇറ്റ് ഈസ് ഇനിഷ്യലൈസ് ടു 0. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഫോർ ഐ ഇൻ റേഞ്ച്, റേഞ്ചിനകത്ത് ലോവർ കോമ അപ്പർ +1 കോമ മൂന്നാമത് ഇൻക്രിമെൻറ്റ് ഇൻ സ്റ്റെപ്സ്. ഇത് കൊടുത്തു. ഇനി എന്ത് ചെയ്യുന്നു, ദിസ് സം ഇസ് ഈക്വൽ ടു മേളിൽ കൊടുത്ത ഇത്, ദിസ് സം പ്ലസ് ഈക്വൽ ടു I. This is the end of this loop. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ലൂപ്പിൻ്റെ എൻഡ് വന്നു. ഇനി അത് കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ ദി സം. അപ്പോൾ ഇതിൻ്റെ കോഡ് എന്താ ചെയ്യുന്നത്, ആദ്യമേ ദി സം എന്ന് പറഞ്ഞൊരു വേരിയബിൾ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു. ഫോർ ഐ ഇൻ റേഞ്ച്, റേഞ്ചിൻ്റെ 3 പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് ചെയ്യുന്നു. ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ലോവർ. ലോവറിൻ്റെ വാല്യൂ എന്താണ്, ആദ്യമേ നമ്മൾ ഈ ഫംഗ്ഷനിൽ കോൾ ചെയ്യുന്ന ഫസ്റ്റ് നമ്പറാണ് ലോവറിൻ്റെ വാല്യൂ. അപ്പർ +1, അപ്പർ വരെയുള്ള, അതിനകത്ത് ലോവറും അപ്പറും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇതുവരെ ചെയ്യും. ഓക്കെ, എന്നിട്ട് ഞാൻ അതിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്യുകയാണ്. ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. ഞാനിത് തീർന്നു. അപ്പം ദിസ് ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ്, സം നമ്പേഴ്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു,
some numbers of 1, 10 കൊടുത്തു. Let us see what will be the output. Some numbers of 1, 10. അപ്പോൾ ലോവറിൻ്റെ വാല്യൂ എന്താവും? ദിസ് ഈസ് എ ഫംഗ്ഷൻ കോൾ. ഇതിനകത്ത് എന്ത് സംഭവിക്കുന്നു? ആൻസർ 55 കിട്ടി. 1 ഇതിനകത്ത് അസൈൻ ചെയ്യുന്നു, ലോവറിൽ അസൈൻ ചെയ്യുന്നു, 10 അപ്പറിൽ അസൈൻ ചെയ്യുന്നു. ദിസ് ഫംഗ്ഷൻ വിൽ കാൽക്കുലേറ്റ് 1 + 2 + 3 + 4 + 5 + എക്സെട്ര up to 10. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ എന്താണ്? n × n - 1/2 അതാണ് അതിൻ്റെ ആക്ച്വൽ വാല്യൂ. 10 × 9 90/2, n × n + 1/2, 10 × 11, that is n + 1 എന്ന് പറഞ്ഞാൽ 11, 11/2, 10 × 11 is 110/2, that is 55. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതിൻ്റെ വാല്യൂ എന്ത് കിട്ടി? എനി നമ്പേഴ്സ് സം ഓഫ് n നമ്പേഴ്സ് ഫ്രം 1 to n എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ വാല്യൂ എന്താണ്? വിച്ച് വിൽ ബി ഈക്വൽ ടു n × n + 1/2. ഇതിനകത്ത് സം ഓഫ് നമ്പേഴ്സ് ഫ്രം 1 to 10, അതിൻ്റെ വാല്യൂ 10 × n-ൻ്റെ വാല്യൂ 10 ആണ്. 10 × 10 + 1, 10 × 10 + 1 എന്ന് പറഞ്ഞാൽ 10 × 11/2, വിച്ച് ഈസ് ഈക്വൽ ടു 55. സോ ഇതിൻ്റെ വാല്യൂ കറക്റ്റായിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് എവിടെ ഏത് നമ്പേഴ്സിൻ്റെ ഇടയ്ക്കുള്ള ഈ വാല്യൂസിൻ്റെ സമ്മ് കണ്ടുപിടിക്കണമെങ്കിൽ യു ക്യാൻ ഏബിൾ ടു ഈസിലി ഡൂ കോൾ ദ സെയിം ഫങ്ഷൻസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വേറൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഡൻഡൻറ്റ് കോഡ് ഒഴിവാക്കാൻ സാധിക്കും. എങ്ങനെ റിഡൻഡൻറ്റ് കോഡ് ഒഴിവാക്കാൻ സാധിക്കും? എപ്പോൾ നമുക്ക് രണ്ട് നമ്പേഴ്സിനിടയിലുള്ള എല്ലാ നമ്പേഴ്സിൻ്റെയും സമ്മ് കണ്ടുപിടിക്കണോ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? we will use this code again and again. അപ്പോൾ നമുക്ക് ഇത് പിന്നെയും ഇതേ കോഡ് എഴുതേണ്ട കാര്യമില്ല. ഒറ്റ തവണ ഡിഫൈൻ ചെയ്യുക. wherever it is required in an application it is called. ഇനി ഞാൻ ഇതേ ഫംഗ്ഷൻ തന്നെ വേറെ രീതിയിൽ കോൾ ചെയ്യുന്നു. I am just calling some numbers of say 1, 100 കൊടുക്കുന്നു. I am just calling this function. So it will give you the result 5015. നമുക്ക് ഏത് നമ്പേഴ്സ് സം നമ്പേഴ്സ് ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം ഒരു ആപ്ലിക്കേഷനിൽ എനിക്ക് 1 മുതൽ 1000 വരെ ഉള്ള നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. യു ജസ്റ്റ് കോൾ ഇറ്റ് ആസ് സം നമ്പേഴ്സ് 1, 1000. യു വിൽ ഗെറ്റ് ദ റിസൾട്ട്. ഇനി ഇടയ്ക്കുള്ള നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കണമെന്ന് സം നമ്പേഴ്സ് സേ എനിക്ക് 100ൻ്റെയും 200നും ഇടയ്ക്കുള്ള 100 മുതൽ 200 വരെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. എങ്കിൽ എന്ത് ചെയ്യുന്നു? സം നമ്പേഴ്സ് 100, 200 കൊടുക്കുന്നു. So it is not working. I don't know what it is. Some numbers 100, 200. Some numbers 100, 200 കൊടുത്തപ്പോൾ you will get the results correctly. Okay. നമ്പേഴ്സിൻ്റെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ടാണ് ആ എറർ കാണിച്ചത്. സോ വി ആർ ഗെറ്റിംഗ്. അപ്പോൾ നമ്മൾ എന്താണ് സം നമ്പേഴ്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഒറ്റത്തവണ ഡിഫൈൻ ചെയ്യുന്നു. ആപ്ലിക്കേഷനിൽ ഏത് സമയത്ത് ഈ ഏത് നമ്പേഴ്സിൻ്റെയും സം അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കുള്ള സമ്മ് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ ദിസ് ഈസ് വൺ ഓഫ് ദ ഫങ്ഷൻ. ഇതാണ് ഫങ്ഷൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂസ്. കാര്യം നമുക്ക് റിഡൻഡൻ്റ് ആയിട്ടുള്ള കോഡ്സുകൾ ഒഴിവാക്കാൻ സാധിക്കും. ഇനി ദിസ് ഈസ് ദ കോമൺ യൂസ് ഓഫ് വാട്ട് ഈസ് കോൾഡ് ആസ് എ ഫങ്ഷൻ. ഇനി നമുക്ക് ഇതേ ഫങ്ഷൻ കോഡ് തന്നെ നമുക്ക് ഒരു വിൻഡോ ഐഡിൽ വിൻഡോ ഉപയോഗിച്ച് നമുക്ക് കോൾ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് മെയിൻ ഫങ്ഷൻ ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്നുള്ളതാണ് ഇനി അടുത്ത എക്സാമ്പിളിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഹായ്, ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഫങ്ഷൻസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിൽ ഫങ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഫങ്ഷനെ കോൾ ചെയ്യുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഒരു പൈത്തൺ കോഡ് അനുസരിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഫങ്ഷനെ കുറിച്ച് ജനറലായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ തന്നിരുന്നു. ഇനി ഇതിനകത്ത് ഇച്ചിരി കൂടെ ഒരു ഓർഗനൈസ്ഡ് രീതിയിൽ ഇതിൻ്റെ മെയിനായിട്ടുള്ള പോയിൻറ്റ്സുകളൊന്ന് പറഞ്ഞു പോകാം. ഞാൻ നേരത്തെ പറഞ്ഞു ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെൽഫ് കണ്ടെയ്ൻഡ് ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് പെർഫോംസ് എ പെർട്ടിക്കുലർ ടാസ്ക്. ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ എന്തൊക്കെ പറയാൻ പറ്റും? ദ ടാസ്ക് ഈസ് ടു
ഫൈൻഡ് ഔട്ട് ദ ബിഗ്ഗസ്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് എ ടാസ്ക്. ഇനി അതിന് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, വി ഡിഫൈൻഡ് എ ഫംഗ്ഷൻ. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ച സിൻറ്റാക്സുകൾ എന്തൊക്കെയാണ്? ഡെഫ് എന്ന് പറഞ്ഞ കീവേഡ്, ഡെഫ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, വാട്ട് വി ഹാവ് യൂസ്ഡ്, ഡെഫ് ഫംഗ്ഷൻ നെയിം സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സ് ദെൻ ഫോളോഡ് ബൈ ഒരു കോളൻ. അപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഡെഫ് ബിഗ് ടു എക്സ് കോമ വൈ ബ്രാക്കറ്റ് ക്ലോസ്ഡ് എ കോളൻ ആൻഡ് ദെൻ ദ ബോഡി ഓഫ് ദ ഫംഗ്ഷൻ. ബോഡി ഓഫ് ദ ഫംഗ്ഷനിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ വൈ ബിഗ് ഈസ് ഈക്വൽ ടു എക്സ് എൽസ് ബിഗ് ഈസ് ഈക്വൽ ടു വൈ. അതാണ് ബോഡി ഓഫ് ദ ഫംഗ്ഷൻ. അവസാനം നമ്മൾ എന്ത് ചെയ്തു, ഒരു റിട്ടേൺ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു, റിട്ടേൺ ബിഗ് വിച്ച് വിൽ റിട്ടേൺ ദ ബിഗ്ഗസ്റ്റ് ഓഫ് ടു നമ്പേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫംഗ്ഷൻ ഡെഫിനിഷനിൽ വന്നത്. പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് ഫംഗ്ഷൻ്റെ ജനറൽ സിൻടാക്സ് ഓഫ് എ ഫംഗ്ഷൻ കോൾ ആണ്. ഫംഗ്ഷൻ കോളിൽ എന്തൊക്കെ വരുന്നു? ഫംഗ്ഷൻ നെയിം ഫോളോഡ് ബൈ എ സെറ്റ് ഓഫ് ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഫംഗ്ഷനെ കോൾ ചെയ്തത്? ഐഡിയൽ എൻവയറമെൻറ്റ് ബിഗ് 2 ഓഫ് 10,20. 10ഉം 20ഉം പാരാമീറ്റേഴ്സായിട്ട് ഫംഗ്ഷനിൽ കൊടുത്തു. ഓപ്പണിംഗ് ബ്രാക്കറ്റ് 10,20. ബിഗ് 2 ഓപ്പണിംഗ് ബ്രാക്കറ്റ് 10,20 ഈസ് ദി പാരാമീറ്റേഴ്സ് ടു ദ ഫംഗ്ഷൻ. ഇനി പാരാമീറ്റേഴ്സ് ഓപ്ഷണലാണ്. പാരാമീറ്റേഴ്സ് ഇല്ലാതെയും ഫംഗ്ഷൻസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഓപ്ഷണൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഫംഗ്ഷൻസിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ആ റിട്ടേണിൻ്റെ കാര്യം പറഞ്ഞു. അതിനൊരു എക്സാമ്പിൾ പറയുന്നത് എന്താണ്? ഇൻ ദിസ് എക്സാമ്പിൾ ഡിഫൈൻ സ്ക്വയർ. സ്ക്വയർ ഈസ് എ ഫംഗ്ഷൻ. ഇതൊരു ഡെഫിനിഷനാണ്. ഡെഫ് എന്ന് പറഞ്ഞാൽ ഒരു കീവേഡാണ് പൈത്തണിൽ ഫോർ ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഡെഫിനിഷൻ. സ്ക്വയർ ഓപ്പണിംഗ് ബ്രാക്കറ്റ് എക്സ് ഈസ് ദ പാരാമീറ്റർ ക്ലോസിംഗ് ബ്രാക്കറ്റ് ദെൻ എ കോളൻ, അതിന് താഴെ റിട്ടേൺ എക്സ് സ്റ്റാർ എക്സ്. ഇത്രയാണ് ഈ ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് വരുന്നത്. ദിസ് പാർട്ടീസ്, ഈ രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഇനി ഈ സ്ക്വയർ ഓഫ് 20 ഈസ് ദി ഫംഗ്ഷൻ കോൾ. ആ പോയിന്റ് ഒന്നും കൂടെ ഒന്ന് സ്പെസിഫൈ ചെയ്തിരിക്കുന്നതേ. അടുത്തൊരു എക്സാമ്പിൾ പറയുന്നു, ഡെഫ് ആവറേജ് LYST. ദിസ് സം ഈസ് ഈക്വൽ ടു 0 ഫോർ നം ഇൻ LYST. ദിസ് സം പ്ലസ് ഈക്വൽ ടു എ നമ്പർ, റിട്ടേൺ ദ സം ഡിവൈഡഡ് ബൈ len ഓഫ് LYST. ഇതിനകത്ത് നമ്മൾ ഈ പർട്ടിക്കുലർ എക്സാമ്പിൾ എന്തിനാണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് നമ്മൾ ആവറേജ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഈ പർട്ടിക്കുലർ എക്സാമ്പിൾ ആവറേജ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഈ ആവറേജ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഇൻപുട്ട് പാരാമീറ്റർ എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റാണ്. ആ ലിസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഈ ഫംഗ്ഷനിൽ പാസ് ചെയ്തിരിക്കുന്നത്? ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് 1 2 3 4 5 6 ഒരു ലിസ്റ്റായിട്ട്. ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഡാറ്റ സ്ട്രക്ചറാണ് പൈത്തണിൽ ഉപയോഗിക്കുന്നത്. എ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാറ്റ സ്ട്രക്ചറാണ്. അപ്പോൾ ഞാൻ ഈ എക്സാമ്പിളിൽ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ, ആവറേജ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഇൻപുട്ട് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ പാസ് ചെയ്യുന്നത് ഈ ലിസ്റ്റാണ് ഈ പർട്ടിക്കുലർ ഫംഗ്ഷൻ ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പർട്ടിക്കുലർ എക്സാമ്പിളിൽ ആവറേജിനകത്ത് നമ്മൾ പാസ് ചെയ്യുന്ന പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ലിസ്റ്റ്. ആ ലിസ്റ്റിനകത്ത് എന്താ എലിമെൻറ്റ്സ് ഉണ്ട്? 6 എലിമെൻറ്റ്സ് ഉണ്ട്. 1 2 അതിൻ്റെ എലിമെൻറ്റ്സ് ഏതൊക്കെയാണ്? 1 2 3 4 5 6. ഇത് നേരെ ഇതിനകത്തോട്ട് ലിസ്റ്റിനകത്ത് അത് വരും. ദിസ് സം എന്ന് പറഞ്ഞ വേരിയബിൾ ആദ്യമേ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ദിസ് സം എന്ന് പറഞ്ഞ വേരിയബിൾ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ദിസ് സം എന്ന് പറഞ്ഞ ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. ആ ലൊക്കേഷനകത്ത് ആദ്യമേ എന്ത് പറ്റി? 0 സ്റ്റോർ ചെയ്യുന്നു. ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് അഗെയിൻ ഒരു ഡാറ്റ സ്ട്രക്ചറാണ്. അതെന്ന് വെച്ചാൽ എ ഗ്രൂപ്പ് ഓഫ് കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ. അതിനകത്ത് എന്തൊക്കെയുണ്ട്? ഡാറ്റ എന്തൊക്കെയാണ് നമ്മൾ പാസ് ചെയ്യുന്നത്? 1 2 3 4 5 6. ഫോർ നമ്പർ ഇൻ LST, ഫോർ നമ്പർ ഇൻ ലിസ്റ്റ്. ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ എന്ന് പറഞ്ഞ ഒരു ഇൻഡെക്സ് ആണ്. നമ്പർ എന്ന് പറഞ്ഞ ഒരു ഇൻഡെക്സ് ആണ്. അതൊരു മെമ്മറി ലൊക്കേഷനാണ്. അതിൻ്റെ ആദ്യത്തെ വാല്യൂ എന്താണ്? 0 ആണ്. നമ്പർ ഇൻ LST എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ഓരോന്ന് പോപ്പുലേറ്റ് ചെയ്യും. ഓക്കെ. അപ്പം ഫസ്റ്റ് നമ്പർ ഇൻ LST ലിസ്റ്റ് ഓഫ് ദിസ് ഈസ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഡാറ്റ സ്ട്രക്ചറാണ്. ആദ്യമേ നമ്പറിനകത്ത് എന്ത് കാണും? LYST ഓഫ് 0, ലിസ്റ്റ് ഓഫ് 0 ഇതിനകത്ത് കാണും. നമ്പറിനകത്ത് ആദ്യമേ സ്റ്റോർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ദിസ് സം ഇസ് ഈക്വൽ ടു ദിസ് സം പ്ലസ് നമ്പർ. ദിസ് സമ്മിൻ്റെ ഇനിഷ്യൽ വാല്യൂ 0 ആണ്. 0 പ്ലസ് നമ്പറിൻ്റെ ആദ്യത്തെ വാല്യൂ എന്താണ്? ലിസ്റ്റ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ദിസ് സം ഇസ് ഈക്വൽ ടു 0 പ്ലസ് 1. അപ്പോൾ ദിസ് സമ്മിനകത്ത് എന്ത് വരുന്നു?
we will get the value 1. this സമ്മിനകത്ത് 1 വരുന്നു. ഇനി എന്ത് ചെയ്യുന്നു, അടുത്ത നമ്പർ എടുക്കുന്നു. നമ്പർ ഇൻ LST, അടുത്ത ലിസ്റ്റ് ഓഫ് 0 കഴിഞ്ഞ് അടുത്ത രണ്ടാമത്തെ പാസ് വരുമ്പോൾ നമ്മൾ എന്ത് വരുന്നു, ലിസ്റ്റ് ഓഫ് 1 എടുക്കുന്നു. ഈ കേസിൽ ലിസ്റ്റ് ഓഫ് 1. ലിസ്റ്റ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? സോ യു ക്യാൻ സീ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. ദിസ് ഈസ് ലിസ്റ്റ് ഓഫ് 1. ലിസ്റ്റ് ഓഫ് 1 ആണ്. ലിസ്റ്റ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഇറ്റ് ഈസ് ആക്ച്വലി ദ നമ്പർ 2. ഈ 2 ഏതിനകത്ത് വന്നു? നമ്പറിനകത്ത് വന്നു. നമ്പർ വിൽ ഗെറ്റ് എ വാല്യൂ 2. ദിസ് സം ഇസ് ഈക്വൽ ടു ദിസ് സം പ്ലസ് നമ്പർ എന്ന് വെച്ചാൽ ദിസ് സമ്മിൻ്റെ പ്രീവിയസ് വാല്യൂ 1 ആണ്. 1 plus 2 which is now becomes 3. This sum will get a value 3. This is the way in which it will work. ഇനി നമ്മൾ ഈ പർട്ടിക്കുലർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ദിസ് പാർട്ട്, അതായത് ആവറേജ് ഓഫ് 1 2 3 4 5 6 സ്ക്വയർ ബ്രാക്കറ്റ്, ഇതാണ് ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത്. ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എന്താ ആക്ച്വലി സംഭവിക്കുന്നത്? കൺട്രോൾ എങ്ങോട്ട് പോകും? ഗോ ടു ദ ഡെഫിനിഷൻ ഓഫ് ദ ഫംഗ്ഷൻ, ഇങ്ങോട്ട് വരും. ഇതിനകത്തുള്ള ഓരോ സ്റ്റേറ്റ്മെൻറ്റ് 1 by 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഇതൊരു ഇറ്ററേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് അവസാനം എന്താണ്, ഫോർ നമ്പർ ഈ ലിസ്റ്റിനകത്തുള്ള 0 1 2 3 എക്സെട്ര അപ് ടു 6 വരെ 5 വരെയുള്ള എലിമെൻറ്റ്സ് എടുത്തതിന് ശേഷം അത് എന്ത് ചെയ്യുന്നു, അതിൻ്റെ എല്ലാത്തിൻ്റെയും സമ്മ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് എന്താണ്? വി വിൽ ഗെറ്റ് ദിസ് സമ്മിനകത്ത് എന്ത് കാണും? 1 plus 2 plus 3 plus 4 plus 5 plus 6 അത് കാണും. എന്നിട്ട് ഈ ലൂപ്പിന് വെളിയിൽ ഈ ഇറ്ററേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിന് വെളിയിൽ വന്നു കഴിയുമ്പോൾ ദിസ് സമ്മിനകത്ത് ഇതിൻ്റെ സമ്മ് കാണും. അത് റിട്ടേൺ ചെയ്യുന്നു. ദിസ് സം ഡിവൈഡഡ് ബൈ ലെൻ ഓഫ് ലിസ്റ്റ്. ലെൻ ഓഫ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് വിൽ ഗിവ് യു ദി ലെങ്ത് ഓഫ് ദ ലിസ്റ്റ്. ഈ ലിസ്റ്റിൻ്റെ ലെങ്ത് എത്രയാണ്? 6 എലിമെൻറ്റ്സ് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ലെങ്ത് 6 ആണ്. അപ്പോൾ ഈ ടോട്ടൽ സമ്മിനെ ഡിവൈഡഡ് ബൈ 6 കിട്ടും. ആ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. റിട്ടേൺ ചെയ്യുന്നത് എങ്ങോട്ട് റിട്ടേൺ ചെയ്യുന്നു? ഇത് എവിടെ നിന്നാണോ ഈ ഫംഗ്ഷൻ കോൾ വരുന്നത് അതിൻ്റെ അടുത്ത വിൻഡോയിൽ കൊണ്ടുവന്ന് റിട്ടേൺ ചെയ്യും. അതിൻ്റെ അടുത്ത ലൈനിൽ വന്ന് റിട്ടേൺ ചെയ്യും. ആ വാല്യൂ നമുക്ക് അത് പ്രിൻ്റ് ചെയ്ത് കാണാൻ സാധിക്കും. ദിസ് ഈസ് ദ തിങ് ഇതിനകത്ത്. ഇപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ബിഗ് 2-ൽ നിന്ന് എന്താണ് വ്യത്യാസം? ബിഗ് 2-ൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ബിഗ് 2-നകത്ത് നമ്മളൊരു സിമ്പിൾ ഇൻറ്റിജർ നമ്പേഴ്സാണ് എക്സും വൈയും ആണ് പാസ് ചെയ്തതെങ്കിൽ ഇതിനകത്ത് നമ്മൾ പാസ് ചെയ്യുന്നത് എന്താണ്? ഒരു ലിസ്റ്റാണ്. ലിസ്റ്റിനകത്ത് നമ്മൾ ഫോർ നമ്പർ ഇൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പൈത്തണിൽ എന്താ ചെയ്യുന്നത്? ഇതിനകത്ത് ലിസ്റ്റിനകത്തുള്ള ഓരോ എലിമെൻറ്റ്സ് 1 by 1 ആയിട്ട് പോപ്പുലേറ്റ് ചെയ്യും അൺടിൽ ദ ലിസ്റ്റ് ബിക്കംസ് എംറ്റി. അതുവരെ ചെയ്യും. അതാണ് ഏതൊരു ഇറ്ററേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ രണ്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ പർട്ടിക്കുലർ എക്സാമ്പിൾ ഉപയോഗിച്ചത്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ദ നമ്പർ ആൻഡ് പൊസിഷൻസ് ഓഫ് ആർഗ്യുമെൻറ്റ്സ് ഓഫ് എ ഫംഗ്ഷൻ കോൾ ഷുഡ് മാച്ച് ദ നമ്പർ ആൻഡ് പൊസിഷൻസ് ഓഫ് ദ പാരാമീറ്റേഴ്സ് ഇൻ ദ ഫംഗ്ഷൻ ഡെഫിനിഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ബിഗ് 2 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എഴുതുന്നു. അതിനകത്ത് 2 പാരാമീറ്റേഴ്സ് കൊടുത്തു എന്ന് വിചാരിക്കുക, എക്സും വൈയും. ഓക്കെ, അപ്പോൾ ദ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ഈ കേസിൽ ബിഗ് 2-നകത്ത് എത്രയാണ്? 2 നമ്പേഴ്സാണ്. അപ്പോൾ അതിൻ്റെ പൊസിഷൻസ് ഓഫ് ദ ആർഗ്യുമെൻറ്റ്സ് ഫസ്റ്റ് നമ്പർ എക്സും സെക്കൻഡ് നമ്പർ വൈയും ഇത് രണ്ടും ഒരേപോലെ ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് 2-നകത്ത് നമ്മൾ പാസ് ചെയ്യുന്ന ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 10 ആയിരിക്കണം. ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സും സെയിം ആയിരിക്കണം. ഡിഫിനിഷൻസിൽ എത്ര ആർഗ്യുമെൻറ്റ്സ് വെച്ചിട്ടുണ്ട് അത്രയും തന്നെ ആയിരിക്കണം ഫംഗ്ഷനിൽ കോൾ ചെയ്യുന്നത്. ഈ പർട്ടിക്കുലർ എക്സാമ്പിളിൽ ലിസ്റ്റ് എന്ന് പറഞ്ഞാണ് ആർഗ്യുമെൻറ്റ്. ഇതിനകത്ത് ഒരു ലിസ്റ്റ് മാത്രമേ നമുക്ക് ഇതിനകത്ത് പാസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഡെഫിനിഷൻസിനകത്ത് എത്ര ആർഗ്യുമെൻറ്റ് വെച്ചു അത്രയും തന്നെ ഫംഗ്ഷൻ കോളിലും ഉപയോഗിക്കണം. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ചില ഫംഗ്ഷനകത്ത് ആർഗ്യുമെൻറ്റ് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ദേ ആർ ഡിഫൈൻഡ് വിത്ത് ആർഗ്യുമെൻറ്റ്സ് വിത്ത് നോ പാരാമീറ്റേഴ്സ്. ഫോർ എക്സാമ്പിൾ ഞാൻ ലെറ്റസ് റൈറ്റ്, യു ക്യാൻ റൈറ്റ് എ സിമ്പിൾ ഫംഗ്ഷൻ ആസ് somewhat like this. I will just explain. Def sum without any parameters. ഇങ്ങനെ എഴുതാം. You can define a function without any parameters, and within this you can write statement 1, statement 2, etc. up to statement n. That is possible. അതാണ് ഇതിനകത്ത് പറയുന്നത്. ഇനി സാധാരണഗതിയിൽ the programmer places a return statement at the end of exit function when that function should explicitly return a value.
സാധാരണഗതിയിൽ ഫംഗ്ഷൻ്റെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും റിട്ടേൺ വരുന്നത്. അതിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ റിട്ടേണിനകത്ത് നമ്മൾ എക്സ്പ്രഷൻ ഉപയോഗിക്കും, റിട്ടേൺ എക്സ്പ്രഷൻ. ഈ പ്രീവിയസ് എക്സാമ്പിളിൽ നമ്മൾ ദിസ് സം എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. അതിൻ്റെ മുമ്പിൽ നമ്മളൊരു എക്സ്പ്രഷൻ ഉപയോഗിച്ചു, ഒരു സ്ക്വയർ കണ്ടുപിടിക്കാം, റിട്ടേൺ എക്സ് സ്റ്റാർ എക്സ്. എക്സ് സ്റ്റാർ എക്സ് ഈസ് ആൻ എക്സ്പ്രഷൻ. അപ്പോൾ ഒരു സിംഗിൾ എക്സ്പ്രഷനോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പോ ഒന്നിൽ കൂടുതലുള്ള ഒരു എക്സ്പ്രഷനോ നമുക്ക് റിട്ടേണിനകത്ത് ഉപയോഗിക്കാം. ഇനി റിട്ടേൺ എൻകൗണ്ടർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? പൈത്തൺ ആ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യും, എന്നിട്ട് എവിടെ കൺട്രോൾ ചെയ്യും? കൺട്രോൾ ട്രാൻസ്ഫേഴ്സ് ബാക്ക് ടു ദ കോളർ ഫംഗ്ഷൻ. പ്രീവിയസ് എക്സാമ്പിളിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ഈ ഫംഗ്ഷൻ കോൾ നടത്തി ഈ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ഐഡിയൽ വിൻഡോയിലെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വന്ന് കൺട്രോൾ തിരിച്ചു വരും. അതാണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത. ദ വാല്യൂ ഓഫ് എക്സ്പ്രഷൻ ഈസ് ഓൾസോ സെൻഡ് ബാക്ക് ടു ദ കോളർ. ആ എക്സ്പ്രഷൻ്റെ വാല്യൂ എത്രയാണോ അതും പാസ് ചെയ്യും. ഈ പർട്ടിക്കുലർ കേസിൽ അതിൻ്റെ സം ഓഫ് ദി നമ്പേഴ്സ് ഇൻ ദ ലിസ്റ്റും തിരിച്ച് ആ വാല്യൂ തിരിച്ച് പാസ് ചെയ്യും, ഷെല്ലിലോട്ട് പാസ് ചെയ്യും. ഇനി ഇഫ് എ ഫംഗ്ഷൻ കണ്ടെയ്ൻസ് നോ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്, പൈത്തൺ ട്രാൻസ്ഫേഴ്സ് കൺട്രോൾ ടു ദ കോളർ ആഫ്റ്റർ ദ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ ഫംഗ്ഷൻസ് ബോഡി ഈസ് എക്സിക്യൂട്ടഡ് ആൻഡ് ദ സ്പെഷ്യൽ വാല്യൂ നൺ ഈസ് ഓട്ടോമാറ്റിക്കലി റിട്ടേൺഡ്. ഇനി ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഫംഗ്ഷൻസിനകത്ത് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാതെ വരും. അങ്ങനെ വരുവാണെങ്കിൽ എന്ത് ചെയ്യുന്നു? റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കമ്പൽസറി ആയിട്ട് വേണമെന്ന് ഒരു ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കമ്പൽസറി ആയിട്ട് വേണമെന്ന് നിർബന്ധമില്ല. പകരം റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഫംഗ്ഷനിലുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ഓട്ടോമാറ്റിക്കലി എവിടെയാണോ ഫംഗ്ഷൻ കോൾ ചെയ്തത് അതിൻ്റെ അടുത്ത ലൈനിൽ വന്ന് നിൽക്കും. ദാറ്റ് ഈസ് ദ തിങ് ദാറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ ദിസ് പർട്ടിക്കുലർ എക്സാമ്പിൾ. ഇനി അടുത്തതൊരു ബൂലിയൻ ഫംഗ്ഷൻസ് എന്താണെന്നാണ് പറയുന്നത്. ബൂലിയൻ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബൂലിയൻ ഫംഗ്ഷൻസ് യൂഷ്വലി നമ്മളെന്താണ് അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കും? ഒരു ട്രൂവോ ഫാൾസോ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് ബൂലിയൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് ഡെഫ് ഓഡ് ഓഫ് എക്സ്, എക്സ് എന്ന് പറഞ്ഞ ഒരു ഇൻറ്റിജർ നമ്പറാണ് പാസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഇതിനകത്ത് ആ എക്സിനെ 2 കൊണ്ട് എക്സ് മോഡിലോ 2 എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? എക്സിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിമൈൻഡർ. ഈ റിമൈൻഡർ 1 ആണെങ്കിൽ എന്താണ്? അത് ഓഡാണ്. സോ അതുകൊണ്ട് റിട്ടേൺ ട്രൂ, എൽസ് റിട്ടേൺ ഫാൾസ്. അപ്പോൾ ഈ ഓഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് എ ബൂലിയൻ ഫംഗ്ഷൻ ദാറ്റ് വിൽ റിട്ടേൺ ഐദർ എ വാല്യൂ true or false. In this particular example, odd ബ്രാക്കറ്റിൽ 5 കൊടുത്തു കഴിഞ്ഞാൽ this is an example for function call. This is an example for function call. ഈ ഫംഗ്ഷൻ കോൾ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്താണ്? ട്രൂ. ട്രൂ അടുത്ത ലൈനിൽ ട്രൂ റിട്ടേൺ ചെയ്യും. ഇനി ഓഡ് ഓഫ് 6 റിട്ടേൺ ചെയ്യുമ്പോൾ കൊടുക്കുമ്പോൾ എന്തായിരിക്കും വാല്യൂ റിട്ടേൺ ചെയ്യുന്നത്? ഫാൾസ് ആയിരിക്കും. സോ ഇറ്റ് വിൽ റിട്ടേൺ എ വാല്യൂ ഫാൾസ്. സോ ദിസ് ഇസ് an example for a boolean functions. ഇനി മെയിൻ ഫംഗ്ഷൻസ്. മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ സാധാരണ ഇതൊരു എൻട്രി പോയിന്റ്. നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു 5 or 6 ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലം ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ പ്രോബ്ലത്തെ ഞാൻ 3 സബ് പ്രോബ്ലം ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒരു സബ് പ്രോബ്ലത്തിൽ എന്താണ്? ഞാൻ റീഡ് ദ വാല്യൂ ഓഫ് പ്രിൻസിപ്പൽ എമൗണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രിൻസിപ്പൽ എമൗണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് നമ്പർ ഓഫ് ഇയേഴ്സ്. അത് റീഡ് ചെയ്യാനൊരു ഫംഗ്ഷൻ എഴുതി. അടുത്ത എന്താണ്? കമ്പ്യൂട്ട് ചെയ്യാനൊരു ഫംഗ്ഷൻ എഴുതി. റിസൾട്ട് പ്രിൻ്റ് ചെയ്യാനൊരു ഫംഗ്ഷൻ എഴുതി. അങ്ങനെ 3 ഫംഗ്ഷൻസ് എഴുതിയെങ്കിൽ ഈ 3 ഫംഗ്ഷൻസും നമ്മൾ ഒരു 1 by 1 ആയിട്ട് കോൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എൻട്രി പോയിൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കും, ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ഉപയോഗിക്കും. അതിനെയാണ് മെയിൻ ഫംഗ്ഷൻ ഉപയോഗിക്കും എന്ന് പറയുന്നത്. ഈ മെയിൻ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ്? ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മെയിൻ ഫംഗ്ഷൻ സാധാരണഗതിയിൽ ഉപയോഗിക്കും. ഈ പർട്ടിക്കുലർ എക്സാമ്പിളിൽ, നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ സ്ക്വയർ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഡെഫിനിഷൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഐ എം ഡിഫൈനിങ് എ മെയിൻ ഫംഗ്ഷൻ. മെയിൻ ഫംഗ്ഷനകത്ത് നമ്മൾ എന്താണ്? ഏത് നമ്പറിൻ്റെ ആണോ സ്ക്വയർ കണ്ടുപിടിക്കേണ്ടത് അത് കീബോർഡിൽ കൂടെ റീഡ് ചെയ്യുന്നു. കീബോർഡിൽ കൂടെ റീഡ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന സംഭവം എന്താണ്? ഇറ്റ് ഈസ് എ ഇൻപുട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻസ് ഉപയോഗിച്ച് എൻ്റർ എ നമ്പർ എന്നുള്ളത് പ്രിൻ്റ് ചെയ്ത് വരും. ആ നമ്പർ റീഡ് ചെയ്യുന്ന ഒരു സ്ട്രിങ് ആയിട്ടാണ് റീഡ് ചെയ്യുന്നത്. ആ സ്ട്രിങ്ങിനെ ഫ്ലോട്ടിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മളൊരു ഫംഗ്ഷൻ ഇത് ഉപയോഗിക്കുന്നു. വി യൂസ് ദ ഫംഗ്ഷൻ ഫ്ലോട്ട്. അപ്പോൾ നമ്പറിനകത്തൊരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ കിട്ടും. ഇനി എന്ത് ചെയ്യുന്നു? റിസൾട്ട് ഈസ് ഈക്വൽ ടു സ്ക്വയർ ഓഫ് നമ്പർ. സ്ക്വയർ ഓഫ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ കൺട്രോൾ എങ്ങോട്ട് പോകുന്നു? ഈ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ പോകുന്നു. ഇത് ഇവിടുന്ന് റിട്ടേൺ എക്സ് സ്റ്റാർ എക്സ്, എക്സ് റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇത് ഡിഫൈൻ ചെയ്തു, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ഇഫ് അണ്ടർസ്കോർ നെയിം അണ്ടർസ്കോർ ഈസ് ഈക്വൽ ടു അണ്ടർസ്കോർ മെയിൻ കോളൻ
ഇത് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ലാസ്റ്റ് എഴുതി ചേർക്കും. ഇത് നമ്മൾ പർട്ടിക്കുലർ ഈ മെയിൻ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഐഡിൽ വിൻഡോയിലെ ഏതാണ് വിൻഡോ ഉപയോഗിച്ച് നമ്മൾ കോഡ് ചെയ്യുമ്പോഴാണ് ഈ മെയിൻ ഫംഗ്ഷൻ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു ഐഡിൽ വിൻഡോയ്ക്കകത്ത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ കോഡ് ചെയ്ത് വെക്കും. കോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, മെയിനിനെ കോൾ ചെയ്യുന്നു. ദിസ് ഈസ് എ കോൾ ടു ദി മെയിൻ ഫംഗ്ഷൻ. ദിസ് എക്സാമ്പിൾ ഈസ് എ കോൾ ടു ദി മെയിൻ ഫംഗ്ഷൻ, ഫംഗ്ഷൻ കോൾ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, കൺട്രോൾ എങ്ങോട്ട് പോകുന്നു, ആദ്യമേ മെയിൻ ഫംഗ്ഷനിലോട്ട് പോകുന്നു. ഈ മെയിൻ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു, ഈ മെയിൻ ഫംഗ്ഷൻ ഒരു നമ്പർ കീബോർഡിൽ കൂടെ റീഡ് ചെയ്യുന്നു. ആ റീഡ് ചെയ്ത നമ്പറിനെ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കുന്നു. ആ സ്ക്വയർ എന്ത് ചെയ്യുന്നു, ആ നമ്പറിൻ്റെ സ്ക്വയർ റിട്ടേൺ ചെയ്യുന്നു. ആ റിട്ടേൺ ചെയ്ത റിസൾട്ട് മെയിൻ ഫംഗ്ഷനിൽ പ്രിൻറ്റ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദി മെയിൻ ഫംഗ്ഷൻ. സോ യൂഷ്വലി സാധാരണ മെയിൻ ഫംഗ്ഷനകത്ത് ആർഗ്യുമെൻ്റ് ഒന്നും നമ്മൾ സപ്ലൈ ചെയ്യത്തില്ല. സാധാരണ ഇതിൽ അതിന് വാല്യൂസും റിട്ടേൺ ചെയ്യുന്നില്ല. ഇതിന് മെയിൻ ആയിട്ടെന്ന് വെച്ചാൽ ഇറ്റ്സ് പർപ്പസ് ഇസ് ടു ടേക്ക് ഇൻപുട്സ്, പ്രോസസ് ദം ബൈ കോളിംഗ് അതർ ഫംഗ്ഷൻസ് ആൻഡ് പ്രിൻറ്റ് ദ റിസൾട്ട്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പർട്ടിക്കുലർ ഫംഗ്ഷനിൽ സ്ക്വയറിൽ വേണ്ട ഇൻപുട്ട് എന്താണ്, ഒരു നമ്പറാണ്. ആ നമ്പർ ഇൻപുട്ട് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കും. ദാറ്റ് ഈസ് കോൾഡ് ആസ് ടു ടേക്ക് ഇൻപുട്സ്. ഇനി പ്രോസസ് ദം, പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് നമ്മൾ സ്ട്രിങ് ആയിട്ട് എടുത്തിരിക്കുന്ന സ്ട്രിങ്ങിനെ എന്തായിട്ട് മാറ്റി, ഒരു ഫ്ലോട്ടായിട്ട് മാറ്റി. ദാറ്റ് ഈസ് എ പ്രോസസ്സിങ്. ദാറ്റ് ഈസ് കോൾഡ് ആസ് പ്രോസസ്സിങ് ദം. എന്നിട്ട് എന്ത് ചെയ്യുന്നത്, കോളിംഗ് അതർ ഫംഗ്ഷൻസ്. ഏത് ഫംഗ്ഷൻസിനെ ഈ കേസിൽ കോൾ ചെയ്തിരിക്കുന്നത്, സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്തിരിക്കുന്നു. സോ ദാറ്റ് ഈസ് കോളിംഗ് എ ഫംഗ്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഇതിനു വേണ്ടിയാണ് നമ്മൾ മെയിൻ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രോബ്ലം എടുക്കുകയാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റിന് 3 ഫംഗ്ഷൻസ് ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ റീഡ് വാല്യൂസ്, ദെൻ എന്താണ് കമ്പ്യൂട്ട് സിമ്പിൾ ഇൻട്രസ്റ്റ്, ആൻഡ് ദെൻ പ്രിൻറ്റ് റിസൾട്ട്. ഇത്രയും കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 3 ഫംഗ്ഷൻസ് 1 by 1 ആയിട്ട് കോൾ ചെയ്യുന്നു. റീഡ് വാല്യൂസിന് വേണ്ടി നമ്മളൊരു ഫംഗ്ഷൻ വിളിക്കുന്നു, അത് നമ്മൾ മെയിനകത്ത് കോൾ ചെയ്യുന്നു. ആദ്യമേ പിന്നെ എൻട്രി പോയിന്റ് ആയിട്ട് മെയിനെ വിളിക്കുന്നു. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ അണ്ടർസ്കോർ നെയിം ഈസ് ഈക്വൽ ടു ഇത് ഈ പർട്ടിക്കുലർ പോർഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻ ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ ഈ കോഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇത് വെക്കും, എന്നിട്ട് മെയിനെ കോൾ ചെയ്യും. മെയിൻ ഈസ് ആൻ എൻട്രി പോയിന്റ്, അതിൽ നിന്ന് ബാക്കിയുള്ള ഫംഗ്ഷൻസിനെ കോൾ ചെയ്യും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മെയിൻ ഫംഗ്ഷന് ഉപയോഗിക്കാൻ സാധിക്കും പൈത്തണിൽ. സിമിലർ ടു നമ്മൾ സിയിലും ഇതേപോലെയുള്ള മെയിൻ ഫംഗ്ഷൻ ഉപയോഗിക്കും. അതേ പർപ്പസ് തന്നെയാണ് പൈത്തണിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ സിയും പൈത്തണും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ സിയിൽ മെയിൻ ഫംഗ്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് കോൾ ചെയ്യും. പൈത്തണിനകത്ത് നമ്മൾ ഈ മെയിൻ ഫംഗ്ഷനെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് കോൾ ചെയ്യണം ബൈ യൂസിങ് ദീസ് 2 കോഡ്സ്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സി ലാംഗ്വേജ് ആൻഡ് പൈത്തൺ ലാംഗ്വേജ്. ഇനി വാട്ട് ആർ ദ സം ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് റിഗാർഡിംഗ് ദി ഫങ്ഷൻസ്, അതിനെക്കുറിച്ചാണ് ഞാനിനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്.